ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മനമേ പക്ഷിഗണങ്ങളോളം ഇതാ പാട്ടും പാടിടുന്നു. മനമേ വേഗം ഉണർന്നീട്ടേശു ഹരനെ പാടി സ്തുതിക്കാം. മനമേ വേഗം ഉണർന്നീട്ടേശു ഹരനെ പാടി സ്തുതിക്കാം. എന്നെയാണോ മനുഷ്യനെ നിങ്ങൾ ഈ മൃഗജാലങ്ങളെന്നൊക്കെ ഉദ്ദേശിക്കുന്നേ? ഓ, നിന്നെയാണോ? അകത്ത് കണ്ടില്ലേ കൊറോണ പോത്തു കിടന്നുറങ്ങി. മണി 7 ഇവർക്കൊന്നും എഴുന്നേൽക്കാനായില്ല. അതേ ഇന്നാ കട്ടൻ കാപ്പി. ഇതെന്താണ് കുഞ്ഞമ്മേ കാപ്പി ഇത്രയും താമസിച്ചത്? ഓ, എന്നാ പറയാനാ, ഇവിടുത്തെ ഭരണക്കാരി ഉണ്ടല്ലോ, നമ്മുടെ മരുമോള്, അവൾ അടുക്കളയിൽ നിന്നും മാറാതെ എനിക്ക് അങ്ങോട്ട് കയറി കാപ്പി ഉണ്ടാക്കാൻ പറ്റുമോ? അതെന്താടി അങ്ങനെ? ഓ, നമുക്കൊക്കെ വൃത്തി പോരാ, വെടുപ്പ് പോരാ, പാശം പോരാ. അല്ല, പിള്ളേര് പറയുന്നതിലൊരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. നിനക്കൊരു ചുരിദാറിട്ട് നിന്നുമില്ലടി. ഒന്ന് പോ മനുഷ്യ. അല്ല, ഞാൻ ഓർക്കുമായിരുന്നു ഒരു കാലത്ത് ഈ കരയിലെ പെണ്ണുങ്ങളുടെ എല്ലാം കൊച്ചമ്മ ആയിരുന്നവളാണോ ഈ പറയുന്നത്? ഓ, ഇത് പറയുന്ന കേട്ടാ തോന്നും നിങ്ങൾക്ക് ഇവിടെ വലിയ വിലയാണ്. ചിലപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നും. എന്തോ ഒരു പ്രതാപത്തിൽ കഴിഞ്ഞ മനുഷ്യനാ, ഇപ്പോൾ കാശിന് വിലയില്ല. ചില മരുമക്കൾ വന്ന് കയറിയ പിന്നെ ഇങ്ങിരിക്കാം. എനിക്കെന്താണ് ഷുഗറിന്റെ അസുഖം? ആ, എന്നാ പറ്റി? ഇത്ര മധുരമില്ലല്ലോ. ഓ, അതാണ്. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ വലിയ മധുരം ഒന്നും കാണത്തില്ല. അതെന്താണ് അങ്ങനെ? നിങ്ങൾ കട്ടൻ കാപ്പി കുടിച്ചാൽ മതി. ഓഹോ, എന്നാ പിന്നെ അത് ചോദിച്ചു തന്നെ കാര്യം നമ്മൾ മോനോട് തന്നെ ചോദിക്കും. ക്ലാരേ, മോളെ ക്ലാരേ. നമ്മുടെ മോനെ വിളിക്കുന്നതിന് പകരം അവളെ വിളിക്കുന്നത് എന്തിനാ? എടി, അവളെ വിളിച്ചാ മതി, അവൻ അവളുടെ പിന്നാലെ വന്നോളൂ. നിനക്ക് സ്വന്തമായി നടക്കാൻ ത്രാണിയില്ലേടാ, അവളെ പിടിച്ചോണ്ടേ നടക്കത്തുള്ളൂ. ത്രാണിയുണ്ടല്ലോ, ഇല്ലേ? നീ എന്റെ വയറ്റിൽ തന്നെ പിറന്നവനാണോടാ? ആണല്ലോ, ഇല്ലേ? എന്നോട് ചോദിക്കണ്ട, അവരോട് ചോദിക്കും മനുഷ്യ. ആവശ്യത്തിൽ കൂടുതൽ നിനക്ക് ശരീരം ഉണ്ടല്ലോടാ. എന്നിട്ട് എല്ലാത്തിനും
നിനക്ക് ഭാര്യയുടെ താങ്ങാണോടാ? നിനക്ക് സ്വന്തമായ അഭിപ്രായം ഒന്നുമില്ലേ? സ്വന്തം അഭിപ്രായം ഉണ്ടല്ലോ. എന്റെ അഭിപ്രായത്തിലല്ലേ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചത്. അതെന്തായാലും എൻ്റെ മോന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു. എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അതെന്താ അമ്മച്ചി? ഓ, ഇവൻ നന്നാവൂലേ? അതുകൊണ്ടേ എടാ, നിന്റെ ഭാര്യയ്ക്ക് എന്താ ഞങ്ങളോട് ഇത്തരം വേർതിരിവ്? അതെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന ഹല്ലേലൂയ സ്തോത്രം ഒന്ന് വിളിച്ചു പോയല്ലേ. അയൽപക്കത്തെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എടി അത് പിന്നെ നമ്മുടെ അപ്പച്ചൻ ഒരു പഴയ വിശ്വാസിയല്ലേ. അതുകൊണ്ട് ഈ സിറ്റൗട്ടിൽ ഇത് കൂവണോന്ന്. വേണ്ട വേണ്ട, കൂവണ്ട, കൂവരുത്. പതുക്കെ ഒക്കെ വേണ്ട സ്തോത്രം എല്ലാവരും പറഞ്ഞിട്ട് അല്ലേ? അല്ല വേണ്ട, അത് വേണ്ട വേണ്ട. അതെ, രണ്ട് പേരോട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മുതൽ ഇതാണ് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രം. അടുക്കളയ്ക്ക് കാണുന്ന പാത്രങ്ങളൊന്നും എടുക്കില്ല. അത് പിന്നെ കുട്ടികൾ യൂസ് ചെയ്യത്തില്ല. ഇതാ എവിടാന്ന് വെച്ചാൽ കൊണ്ട് കഴിക്കും. നല്ല നല്ല പാത്രം അപ്പച്ചൻ. ഹല്ലേലൂയ, സ്തോത്രം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. ദേ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളുടെ അപ്പനെയും അമ്മയും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടേലും മാറ്റും. അതിലിപ്പോ പ്രത്യേകിച്ച് ഇവിടെ എന്തുണ്ട്? ഇതെന്തൊരു ശല്യം, വയ്യാവേലികൾ സഹിക്കാൻ പറ്റില്ലേ. ഓക്കെ, നീ പറയുന്ന എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളിപ്പോ അവരെ എങ്ങോട്ട് മാറ്റി? ടൗണിൽ നല്ല ബെസ്റ്റ് ഓൾഡ് ഏജ് ഹോം ഉണ്ട്. They will take care. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം. നിങ്ങൾ ഇത് പറഞ്ഞിട്ടിരുന്നോ? നമ്മുടെ മകൾക്ക് അടുത്താഴ്ച ചെറുക്കോട്ട് കാണാൻ വരുന്നുണ്ട്. അത് നിങ്ങൾ മറന്നോ? ഈ അപ്പച്ചനെ വിടുന്ന ഹല്ലേലൂയ സ്തോത്രം പറയുന്നു. വരുന്നവര് കേട്ടാൽ നാണക്കേണം. ആ നോക്കട്ടെ, അപ്പച്ചനും അമ്മച്ചിയുടെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പോകും ഈ കിഴവൻ എന്റെ വീട്ടിന്ന്, അന്ന് മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. എന്ന് പോകും ഈ കിഴവൻ എന്റെ വീട്ടിന്ന്, അന്ന് മാറും എന്റെ ദുഃഖം നിശ്ചയം തന്നെ. അന്ന് ഞാൻ ഫ്രണ്ട്സുമൊത്ത് പാടിയാക്കുമേ, എന്നെനിക്ക് സാധ്യമോ നല്ല നാളുകൾ. അന്ന് ഞാൻ ഫ്രണ്ട്സുമൊത്ത് പാടിയാക്കുമേ, എന്നെനിക്ക് സാധ്യമോ നല്ല നാളുകൾ. എടാ മക്കളെ, നിങ്ങൾ എവിടെ പോകുന്നു? ഇവിടെ നാളെ ഒരു കൂട്ടം പെണ്ണ് കാണാൻ വരുന്നുണ്ട് അപ്പച്ചൻ. കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോകും. നിങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളോട് മിണ്ടില്ല. നിങ്ങളെങ്കിലും മിണ്ടി പറഞ്ഞു പോകും മക്കളെ. അതിനൊക്കെ ഞങ്ങൾക്ക് എവിടെയാ സമയം അപ്പച്ചാ? ഓ, നിങ്ങൾക്കിപ്പോ സമയമില്ല. പണ്ടൊക്കെ അപ്പച്ചൻ കഥ പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞു പിന്നാലെ നടന്ന പിള്ളേർ. അതിനപ്പച്ച ഞങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ല സമയമായിട്ടിരിക്കാൻ. അപ്പച്ചാ, ദേ ഇന്നത്തെ നാളെ പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട്. ഇവിടെ അപ്പയ്ക്ക് തുറന്നു, അപ്പച്ചനൊന്നും അറിഞ്ഞില്ല. അപ്പച്ച പിന്നെ ഒരു ഉപകാരം ചെയ്യാം. നാളെ ഗസ്റ്റ് വരുമ്പോ ഇവിടെ ഇരുന്ന് ഒരിക്കൽ ഹല്ലേലൂയ സ്തോത്രം പറയരുതേ. അപ്പച്ചാ, അവർ അമേരിക്കക്കാരാ. ഞങ്ങൾ നാളെ എടുത്തതേ. ഇല്ല ഇല്ല, മക്കൾ ധൈര്യമായിട്ട് പോയി. അപ്പച്ചൻ ഒറ്റ ഒരു അക്ഷരം ഇല്ല. ആ, പോയി. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പച്ചാ, ഇന്ന് ടെസിമോളെ കാണാനേ ഒരു കൂട്ടര് വരുന്നുണ്ട്. അപ്പച്ചനെ ഈ ഉടുപ്പൊക്കെ ഒന്ന് ഇട്ട് ഇവിടെ ഒന്ന് ഇരുന്ന്. ഇത് കഴിച്ചു നീണ്ടാണ്ടിരുന്നു അകത്തോടൊന്നും കയറി വരും. അപ്പച്ച, പിന്നെ സ്തോത്രം അല്ലെങ്കിലും പറയണമെന്ന് തോന്നുമ്പോ ഇതല്ലോ വായിച്ചാ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കണ്ട.
നടക്കരുത്. ക്ലാരിക്ക് നാണയ്ക്കും, അത് വേണം കേട്ടോ. അച്ഛായ വന്നു തോന്നുന്നു. വന്നാലും എല്ലാരും വന്നിട്ട് പാപ്പച്ച യാത്ര ഒന്ന് സുഖമായിരുന്നല്ലോ അല്ലേ? അതെ അതെ സുഖമായിരുന്നു സുഖമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അപ്പച്ചൻ. നിങ്ങൾ അകത്തോട്ട് പോരെ. ഇതാരാണ് ജോസേ? ഞാനാണ് ചെറുക്കൻ്റെ ഡാഡി. ഇത് മമ്മി. ഇതാണ് ചെറുക്കൻ. ഇതൊക്കെ വേണ്ടപ്പെട്ട. നീ രക്ഷിക്കപ്പെട്ടതാണോടാ കൊച്ചിനെ? അതെന്തോ അപ്പച്ചോ? രക്ഷിക്കപ്പെടുന്നതോ? അതെ, അവലുസുണ്ട പോലൊരു സാധനം. ആ അവലൂസുണ്ടോ? അതെനിക്ക് ഇഷ്ടമാ. ഞാൻ ഇഷ്ടം പോലെ തിന്നു. ആ നിന്നെ കണ്ടാലും പറയും നീ ഇഷ്ടംപോലെ നിന്നുള്ള കൂട്ടത്തിലാണ്. അപ്പച്ച നിങ്ങളല്ല അകത്തോട്ട് പോ. ഓ അത് സാരമില്ല, അപ്പച്ചനല്ലേ, എന്തെങ്കിലുമൊക്കെ ചുരുക്കി പാലം ചെയ്യട്ടെ. ദേ ഇവനേതാ? ഇവന് ചെവിയിൽ ഒച്ച അടിച്ചിരിക്കുന്നു. അത് ഒച്ചല്ല അപ്പച്ച, ഹെഡ്ഫോണാ. What is old man saying? എന്തുവാണ് കൊച്ചനെ എനിക്ക് വായ കൊള്ളാത്ത ഭാഷ പറയുന്നത്? വന്നാട്ടെ. നീ ഏതാ കൊച്ചനെ? ഞാൻ എന്നോടുന്ന ഡ്രൈവറാ കൊച്ച. ഏത് ബിജു? നീ അകത്തോടൊന്നും പോകുന്നില്ലേ? ഓ ഇല്ല. എന്നാ നീ അവിടെ ഇരിക്കും, ഞാൻ ഈ പത്രം നോക്കട്ടെ. എന്നെ പറ്റിയാ കൊച്ച? ഈ പത്രത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇതൊരു മെച്ചം അല്ലാതെ പസഫിക് സമുദ്രത്തിന്റെ ആഴം 35,000 അടി. എന്റെ അപ്പച്ച പസഫിക് സമുദ്രത്തിൽ 35,000 അടി താഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പച്ചൻ എന്തിനാ അല്ലേലും സ്തോത്രം പറയുന്നത്? എടാ മക്കളെ, നീ 7:19 വായിച്ചിട്ടില്ലേ? അവരുടെ പാപങ്ങളെയൊക്കെ ഈ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടോളി. ദൈവം നമ്മളുടെ അകൃത്യങ്ങളെ 35,000 അടി താഴ്ചയിലാണല്ലോ ഇട്ടിരിക്കുന്നത് എന്ന് ഓർത്തപ്പോ ഹല്ലേലൂയാന്ന് അറിയാതെ പറഞ്ഞു പോയതാ. ഹോ, പേടിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞത് അടുത്ത ആഴ്ച കാണാം. എന്നാ ശരി, കാര്യങ്ങളെല്ലാം പറഞ്ഞു പോലെ അടുത്ത ആഴ്ച ഞങ്ങളെല്ലാം കൊണ്ട് വന്നേക്കാം. ഞങ്ങൾ നാളെ കിട്ടിപ്പോ രണ്ടുപേർക്ക് സമാധാനമായില്ല. അപ്പച്ചനും അമ്മച്ചും ഇങ്ങ് വന്നേ, നമുക്ക് ഒരു സ്ഥലം വരെ പോകാം. വൃദ്ധസദനത്തിലേക്കല്ലേ? അത് ഇനി അപ്പച്ചനും മനസ്സിലായി. ഞാൻ നിന്റെ അപ്പനല്ലടാ. നീ മനസ്സിൽ കാണുമ്പോ ദൈവം അതെനിക്ക് മാനത്ത് കാണിച്ചു. തന്നെയുമല്ല, ഈ പ്രായത്തിലുള്ള മാതാപിതാക്കളെ സാധാരണയായ മക്കൾ വൃദ്ധസദനങ്ങളിലാണല്ലോ താമസിപ്പിക്കുന്നത്. അല്ലാതെ പിന്നെ എന്തായാലും ഞങ്ങൾ വരാം. അതിന് മുമ്പ് ഒരു നിമിഷം ഓടെ ക്ലാരെ നീ ഇങ്ങ് വന്നേ. പോകുന്നതിന് മുമ്പ് നിനക്ക് തരാൻ ഞങ്ങളുടെ കയ്യിൽ ഒരു സമ്മാനം. സമ്മാനോ? എന്താ അപ്പച്ച? ഇതെന്തോ? ഇത് നിങ്ങൾക്ക് പാത്രമല്ല. ഇതെല്ലാത്തിനും അപ്പച്ച ഞങ്ങൾക്ക് തരുന്ന. നിങ്ങൾക്കും 2 മക്കൾ വളർന്നു വരുന്നല്ലോ. മനസ്സിലായില്ല. നിങ്ങളും ഞങ്ങളെ പോലെ പ്രായമാണ്. അന്ന് ഒരു പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾ ഇതുപോലെ 2 പാത്രങ്ങൾ തന്നേക്കും. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത് കരുതിച്ചു. പ്രായമായ മാതാപിതാക്കൾ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്ന പ്രവണത ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളെ ഓർക്കുക, പുറപ്പാട് 20:12 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകുക, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കും. വാടി കുഞ്ഞമ്മേ, നമുക്ക് പോകാം. അക്കരയ്ക്ക് യാത്ര ചെയ്യും ശ്രീയോ